നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കീബോർഡിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഫീച്ചറാണ്. എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മളൊക്കെ സാധാരണ ഒരുപാട് തവണ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇതിലൊക്കെ നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ കീബോർഡ് ഉണ്ട്, മെസ്സഞ്ചർ എടുക്കുകയാണെങ്കിൽ കീബോർഡ് ഉണ്ട്. ഏത് പ്ലാറ്റ്ഫോം എടുത്താലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കീബോർഡ് ഉണ്ടാകും. കീബോർഡിനകത്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് ചില ആളുകളൊക്കെ ഒരുപാട് നേരം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചില ആളുകൾ ചാറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരുപാട് നേരം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരം ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്, കാരണം വാട്സപ്പിനകത്ത് ഞാൻ ആദ്യം കീബോർഡ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കീബോർഡ്. ഗൂഗിളിൻ്റെ ജി ബോർഡ് എന്നുള്ള കീബോർഡാണ് സാധാരണ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീബോർഡാണ്. മംഗ്ലീഷിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, മംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ അവസാനത്തിൽ കാണുന്ന ഈ മൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവർക്ക് വോയിസിലൂടെ സംസാരിച്ച് ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾ സംസാരിച്ചാൽ അത്രയും വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വോയിസിലൂടെ ടൈപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഫീച്ചറുകളുള്ള കീബോർഡാണ്. ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്ന് ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിളിൻ്റെ ജി ബോർഡ് എന്നുള്ള കീബോർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഗൂഗിളിൻ്റെ ജി ബോർഡാണ് കീബോർഡായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കീബോർഡിനകത്തുള്ള 2-3 ഫീച്ചർ എന്ന് നോക്കാം. വളരെ വേഗത്തിൽ നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കീബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ അടുത്ത ഭാഗത്ത് നമുക്ക് ഒരു 4 ഡോട്ട് കാണും, 4 ഡോട്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഫീച്ചറുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 1 ഹാൻഡഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഈ കാണുന്ന 1 ഹാൻഡഡ് എന്നുള്ള ഓപ്ഷൻ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആളുകളെ ഇക്കാരം അല്ലെങ്കിൽ ഒരുപാട് നേരം മെസ്സേജ് അയക്കുന്ന ആളുകളായിരിക്കും. നിങ്ങൾ സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇടത് കൈയിലായിരിക്കും മൊബൈൽ ഫോൺ പിടിച്ചിരിക്കുക. ഇടത് കൈ കൊണ്ട് ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, വലത് കൈ കൊണ്ട് ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചാറ്റ് മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡ് ഓരോ സൈഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തള്ളവിരലുകൊണ്ട് ചാറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ വലത് കൈ കൊണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലത് സൈഡിലേക്ക് നമ്മുടെ കീബോർഡ് മാറ്റാൻ സാധിക്കും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കീബോർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് കാണാൻ സാധിക്കും. നമ്മൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും. ഇവിടെ നിങ്ങൾക്ക് വലത് ഭാഗത്തേക്ക് ഒരു അരോ മാർക്ക് കാണും. ഈ അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഇടത് ഭാഗത്തേക്ക് ഒന്ന് സ്വൈപ്പായത് ഒന്ന് കാണാൻ സാധിക്കും. ഇനി അത് വലത് ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്താൽ കീബോർഡ് ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പാവും. ഇനി ഇത് കീബോർഡ് ഒന്ന് ചെറുതാക്കണം, നിങ്ങൾക്ക് വിരൽ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് കീബോർഡ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഭാഗത്ത് ഈ ക്രോപ്പ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം എത്രയാണ് കീബോർഡ് വേണ്ടതെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ മധ്യഭാഗത്ത് കാണുന്ന ഡൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് ഇടത് വിരലിൻ്റെ തള്ളവിരലിൻ്റെ പാകമായിട്ട് ചെറിയൊരു കീബോർഡായിട്ട് വരും. വളരെ ഫാസ്റ്റായി ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അത് വലതു ഭാഗത്തേക്കാണ് വേണ്ടതെങ്കിൽ ഈ വലതു ഭാഗത്തേക്കുള്ള ഈ അരോ മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലതു ഭാഗത്തേക്ക് മാറും. ഇടതു ഭാഗത്തേക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുക്കാൻ സാധിക്കും. നമ്മൾ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ ഈസിയായി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ വലതു ഭാഗത്ത് കാണുന്ന ഈ ഐക്കണിൽ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡ് പഴയതുപോലെ ആകുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ, നമുക്ക് കീബോർഡിനകത്ത് തന്നെ ഇവിടെ നമുക്കൊരു ട്രാൻസ്ലേഷൻ്റെ ചിഹ്നം കാണും. ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഹിന്ദിക്കാരനുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഹിന്ദി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഭാഗത്തേക്ക് വരും. അത് നിങ്ങൾ ഹിന്ദിയുള്ള ആളാണെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിറ്റക്റ്റ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ മധ്യഭാഗത്തുള്ള അരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷിൽ നിന്ന് ടൈപ്പ് ചെയ്യാണ്. ഹൗ ആർ യു. ഇപ്പം ഞാനിവിടെ ആദ്യത്തിൽ ഇംഗ്ലീഷാണ് കാണുന്നത്, അതുകൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടതും ഇംഗ്ലീഷാണ്. ആദ്യത്തിൽ ഏതാണോ ഇവിടെ കാണുന്നത് അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കും. അപ്പം ഞാനിവിടെ ആദ്യം ഇംഗ്ലീഷാണ് ഇവിടെ വലതു ഭാഗത്തുള്ളത്. ഞാനിവിടെ ജസ്റ്റ് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൗ ആർ യു എന്ന് ഞാൻ താഴെ ടൈപ്പ് ചെയ്യുമ്പോൾ മുകളിൽ അതിൻ്റെ മലയാളം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലുള്ള ആളായിട്ടും കൃത്യസമയത്ത് തന്നെ ചാറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്, ഉപയോഗിച്ച് നോക്കുക. അടുത്തതായിട്ട് വോയിസ് ടൈപ്പിംഗ് ആണ്. കാരണം നമ്മൾ സാധാരണ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് വോയിസിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിത്തരും. നേരത്തെ ഗൂഗിളിൻ്റെ ജി ബോർഡിൽ നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് എഴുതില്ലായിരുന്നു. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് എഴുതിത്തരില്ല. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ജി ബോർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഏകദേശം നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചാൽ പോലും കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്ത് തരും.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വാട്സപ്പിൻ്റെ ഈ വോയിസ് ബട്ടൻ്റെ നേരെ താഴെ ഭാഗത്ത് ചെറിയൊരു വോയിസ് ബട്ടൺ കാണും. ഈ വോയിസ് ബട്ടൺ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് കീബോർഡിൻ്റെ വോയിസ് ബട്ടണാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഗൂഗിൾ ജി ബോർഡ് നമുക്ക് എഴുതി തരും. അതുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കീബോർഡാണ് ഗൂഗിളിൻ്റെ ജി ബോർഡ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇതാ ഇത്രയും വളരെ വൃത്തിയായിട്ട് ഗൂഗിൾ തന്നെ, അതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ചാറ്റ് ചെയ്യുന്നവർക്ക് കീബോർഡ് ഉപയോഗിക്കാൻ ഇത്രയും മികച്ചൊരു കീബോർഡ് ആപ്ലിക്കേഷൻ വേറെയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.